Hello, welcome to Rich Short Talks. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിങ്ങളുടെ മുന്നിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് നാളത്തെ, അതായത് 2025 ഒക്ടോബർ 15-ലെ നിഫ്റ്റി വിപണി സാധ്യതകളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോവാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്യം വെറുതെ ഡാറ്റ പറയുക എന്നതല്ല, മറിച്ച് ഇതിലെ പ്രധാന കാര്യങ്ങൾ വേർതിരിച്ചെടുത്ത് നാളത്തെ മാർക്കറ്റിനെപ്പറ്റി നിങ്ങൾക്കൊരു വ്യക്തമായൊരു ഐഡിയ തരാനാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 25,123-ലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിനേക്കാൾ ഒരു 21 പോയിന്റ്, അതായത് 0.09%. ചെറിയൊരു ഇടിവ്. ഒറ്റനോട്ടത്തിൽ ഇത് വലുതായിട്ട് തോന്നിയില്ലെങ്കിലും ഈ ഡാറ്റ കാണിക്കുന്നത് മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം കറക്റ്റീവ് ഫേസിലാണ്, ഒരു ചെറിയ തിരുത്തൽ ഘട്ടത്തിലാണെന്നാണ്. ഈ തിരുത്തൽ തുടങ്ങിയത് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലിൽ തട്ടിയിട്ടാണെന്ന് തോന്നുന്നു, അല്ലേ? അവിടെ എത്തിയപ്പോൾ ഒരു മടി കാണിച്ചു മുന്നോട്ട് പോവാൻ. അതെ, താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആ 25,250 മുതൽ 25,300 വരെയുള്ള സോണുണ്ടല്ലോ, അവിടെ നല്ലൊരു റെസിസ്റ്റൻസ്, നല്ല വിൽപ്പന സമ്മർദ്ദം നേരിട്ടതിന് ശേഷമാണ് ഈ ഒരു താഴോട്ടുള്ള മൂവ് നമ്മൾ കാണുന്നത്. ഓർക്കണം, കഴിഞ്ഞ തവണത്തെ കയറ്റവും ഏകദേശം അവിടെ തന്നെയാണ് തടസ്സപ്പെട്ടത്. അപ്പോൾ ആ ലെവലിനൊരു പ്രാധാന്യമുണ്ട്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം, ഈ വില താഴേക്ക് വരുമ്പോൾ വ്യാപാരത്തിന്റെ അളവ്, അതായത് വോള്യം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇത് കാണിക്കുന്നത് സെല്ലേഴ്സ്, വിൽക്കുന്നവർ കൂടുതൽ ആക്റ്റീവ് ആവുന്നുണ്ട്. പിന്നെ ഈ താഴോട്ടുള്ള നീക്കത്തിന് കുറച്ചുകൂടി ശക്തിയുണ്ട്. ആ സെല്ലിംഗ് പ്രഷർ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ആ വോള്യം കൂടുന്നത് ഒരു സൂചനയാണ്, ഒരു വാർണിംഗ് സൈൻ പോലെ. ശരി, നമുക്ക് ഈ സൂചനകളിലേക്ക് കുറച്ചുകൂടി ആഴത്തി പോകാം. ഈ വിവരങ്ങൾ നാളത്തെ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം, അല്ലേ? പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകൾ, പിന്നെ സപ്പോർട്ട് എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, വിലയുടെ മൂവ്മെന്റ്സ് എന്ത് സൂചനയാണ് തരുന്നത്, പിന്നെ സാധ്യതയുള്ള ട്രേഡിംഗ് പ്ലാനുകൾ, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ അക്കങ്ങൾക്കും ചാർട്ടിനും പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ റെസിസ്റ്റൻസ് സോൺ, അതായത് സപ്ലൈ ഏരിയ, അതിനെക്കുറിച്ച് തന്നെ വിശദമായിട്ട് സംസാരിക്കാം. എവിടെയാണ് സെല്ലേഴ്സ് കൂടുതലുള്ളത്? വില മുകളിലോട്ട് പോകുമ്പോൾ എവിടെയാണ് തടസ്സം വരാൻ സാധ്യത? ഏറ്റവും പ്രധാനമെന്ന് നമ്മളിപ്പോൾ കാണേണ്ടത് ആ 25,250, 25,300 റേഞ്ച് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം അവിടെയാണ് സ്റ്റോപ്പായത്. അതുമാത്രമല്ല, നമ്മൾ കുറച്ച് പിന്നോട്ട് നോക്കിയാലും ഈ സോൺ പലപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് സെൽ ഓർഡറുകൾ ഉണ്ടാവാം. അതുകൊണ്ട് വില വീണ്ടും അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്കൊരു ശ്രമം നടത്തിയാൽ അവിടെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ വരാനും വില വീണ്ടും താഴേക്ക് തള്ളപ്പെടാനും സാധ്യതയുണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ചെറിയൊരു സോണും കൂടിയുണ്ട്. അതൊരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് ആണ്. 25,150, 25,200. ഇപ്പോഴത്തെ വില നിൽക്കുന്നത് ഈ സോണിന് തൊട്ടു താഴെയാണ്. അതും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഒരു പക്ഷെ വിലയ്ക്ക് ഈ 25,150 മുകളിലേക്ക് കയറി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മാർക്കറ്റിന്റെ താഴോട്ടുള്ള ഒരു ചായ്വ, ബീറിഷ് ബയസ് ഒന്നുകൂടി ഉറപ്പിക്കും. അതായത് ഈ ചെറിയൊരു കടമ്പർ എടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മുകളിലെ പ്രധാന റെസിസ്റ്റൻസായ 25,250, 300 എത്താൻ സാധ്യത കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം. അത് വളരെ വ്യക്തമായി. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ലെവലുകൾ 25,150, 200, പിന്നെ അതിന്റെ മുകളിൽ 25,250, 300, ഇത് രണ്ടും ശ്രദ്ധിക്കണം. ഈ ചെറിയ റെസിസ്റ്റൻസ് പോലും ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വീക്ക്നെസിന്റെ ലക്ഷണമായി കാണാം. ശരി, അപ്പോൾ മുകളിലത്തെ തടസ്സങ്ങൾ കണ്ടു. ഇനിയിപ്പോ മാർക്കറ്റ് താഴോട്ടു പോയാലോ? ബയേഴ്സ് ശക്തി കാണിച്ചാൽ എവിടെയാണ് ബയേഴ്സ് വരാൻ സാധ്യത? പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണുകൾ, ഡിമാൻഡ് ഏരിയകൾ ഏതൊക്കെയാണ്? തീർച്ചയായും താഴോട്ടുള്ള ലെവലുകൾ നോക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ പ്രധാനമാണ്. ഏറ്റവും അടുത്തുള്ള, അതേസമയം പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് ഏരിയ വരുന്നത് 25,050, 25,000 നിലവാരത്തിലാണ്. എന്താണ് ഇത് പ്രധാനമാവുന്നത്? നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോൾ മുൻപ് പലതവണ വില ഈയൊരു സോണിൽ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ റിജക്ഷൻസ് വന്നിട്ടുണ്ടവിടെ. ഇത് വെറുതെയല്ല. ഇവിടെ നല്ല ബയിങ് ഇൻട്രസ്റ്റ്, വാങ്ങാനുള്ള താൽപ്പര്യമുണ്ടെന്ന് കരുതണം. ഒരുപാട് പേരവിടെ ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാവാം. അതാണ് ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വില വീണ്ടും ഈ സോണിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബയേഴ്സ് ഒന്ന് ആക്റ്റീവാകാനും വിലയ്ക്കൊരു താങ്ങ് കിട്ടാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരത്തെ ഷോർട്ട് സെൽ ചെയ്തവർ അവരുടെ ലാഭം എടുക്കാൻ പൊസിഷൻ ക്ലോസ് ചെയ്യുന്നത്, അതായത് ഷോർട്ട് കവറിങ്, അതും ഈ സോണിൽ നടക്കാം.
അതും വിലയെ താൽക്കാലികമായിട്ടൊന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. പക്ഷെ ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കണം. ഈ 25,000 എന്ന സപ്പോർട്ട് എപ്പോഴും പിടിച്ചു നിൽക്കണമെന്നില്ല. ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലാണെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വില താഴോട്ടു പോകാം. അങ്ങനെ വന്നാൽ പിന്നെ അടുത്ത പ്രധാന സപ്പോർട്ട് വരുന്നത് 24,900-ഉം 24,850 നിലവാരത്തിലാണ്. ഇതൊരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. പക്ഷേ ഇനി അതും ബ്രേക്കായാൽ അത് കുറച്ചുകൂടി വലിയൊരു വീഴ്ചയിലേക്ക്, ഒരു എക്സ്റ്റൻഡഡ് ഫോളിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് 25,000-ഉം 24,850-ഉം ഈ രണ്ട് ലെവലുകൾ താഴോട്ട് വരുമ്പോൾ മനസ്സിൽ വെക്കണം. ഓക്കെ. അപ്പോ മുകളിൽ 25,250-300, താഴെ ആദ്യത്തെ സ്റ്റോപ്പ് 25,050-600. അത് പോയാൽ പിന്നെ 24,900-850. ഈ ലെവലുകൾക്ക് പിന്നിലെ ആ ഒരു വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഈ അനാലിസിസിനൊരു ഡെപ്ത് തരുന്നുണ്ട്. ശരി, ഇനി നമുക്ക് ചാർട്ടിലെ പ്രൈസ് ആക്ഷൻ, അതായത് വിലയുടെ ചലനങ്ങൾ, അതൊന്ന് നോക്കിയാലോ. ഈ ലെവലുകളല്ലാതെ ചാർട്ട് പാറ്റേണുകൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. ലെവലുകൾ പോലെ തന്നെ പ്രധാനമാണ് വില എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതും. ഇപ്പോഴത്തെ ചാർട്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായ ഒരു പാറ്റേൺ കാണാം. താഴ്ന്ന ഉയർന്ന നിലകളും താഴ്ന്ന നിലകളും. അതായത് ലോവർ ഹൈസും ലോവർ ലോസും, ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്. ഇതൊരു ക്ലാസിക് ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡ് പാറ്റേൺ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓരോ തവണ വില മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും അതിന് മുൻപത്തെ ഹൈ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഓരോ തവണ താഴേക്ക് വരുമ്പോഴും മുൻപത്തെ ലോ ലെവലിനേക്കാൾ താഴെ പുതിയൊരു ലോ ഉണ്ടാക്കുന്നു. ഇത് വളരെ ക്ലിയറായിട്ട് കാണിക്കുന്നത് താൽക്കാലികമായിട്ടാണെങ്കിലും മാർക്കറ്റിന്റെ ഡിറക്ഷൻ താഴോട്ടാണ് എന്നാണ്. സെല്ലേഴ്സ് ഓരോ കയറ്റത്തിലും ശക്തി കൂടുന്നു, ബയേഴ്സ് ഓരോ ഇറക്കത്തിലും വീക്കാവുന്നു എന്നൊരു ചിത്രം. ഈ ലോവർ ഹൈസ് ലോവർ ലോസ് പാറ്റേൺ ഇത് എത്രത്തോളം ഉറപ്പാണ്? ഇതെപ്പോ വേണമെങ്കിലും മാറാമല്ലോ അല്ലേ? ചിലപ്പോൾ ഇതൊരു കൺസോളിഡേഷൻ മാത്രമായിക്കൂടെ? ഒരു പുതിയ മൂവിന് മുൻപുള്ള ഒരു റെസ്റ്റ്? തീർച്ചയായും സാധ്യതയുണ്ട്. ഒരു പാറ്റേണും 100% ഗ്യാരണ്ടി തരുന്നില്ലല്ലോ. ഇതൊരു സൂചനയാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു കൺസോളിഡേഷൻ ആകാം, അല്ലെങ്കിൽ ഈ ഡൗൺ ട്രെൻഡ് തുടരാം. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കൂടി നോക്കുന്നത്. ഉദാഹരണത്തിന് RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഇത് ബേസിക്കലി മാർക്കറ്റിലെ മൂവ്മെന്റിന്റെ സ്പീഡും സ്ട്രെങ്ത്തുമാണ് അളക്കുന്നത്. അതായത് ബയേഴ്സാണോ സെല്ലേഴ്സാണോ കൂടുതൽ പവറിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടൂൾ. ഇപ്പോൾ RSI ഏകദേശം 43 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. സാധാരണയായിട്ട് RSI 50-ന് താഴെയാണെങ്കിൽ അത് മാർക്കറ്റിലൊരു ചെറിയ ബെയറിഷ് മൊമെന്റം, അതായത് സെല്ലേഴ്സിന് ചെറിയൊരു മുൻതൂക്കമുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ലോവർ ഹൈ ലോവർ ലോ പാറ്റേണുമായിട്ട് ഒത്തുപോകുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം RSI ഇപ്പോഴും 30-ന് മുകളിലാണ്. 30-ന് താഴെ വന്നാലാണ് നമ്മൾ സാധാരണ ഓവർസോൾഡ്, അതായത് ഒരുപാട് വിൽപ്പന നടന്നു, ഇനി ഒരു തിരിച്ചുകയറ്റത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത്. പേസ് ഉണ്ടെന്ന് കരുതാം. റെസിസ്റ്റൻസ് ലെവലുകളിൽ, പ്രത്യേകിച്ച് ആ 25,150-200 സോണിൽ സെല്ലേഴ്സ് ഇപ്പോഴും ആക്റ്റീവാണെന്നുള്ളതും ഈ ഒരു കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ താഴോട്ടുള്ള വ്യൂ മാറണമെങ്കിൽ വിലയ്ക്ക് 25,200-ന് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ലോവർ ഹൈസ് ലോവർ ലോസ് പാറ്റേൺ, 50-ന് താഴെയുള്ള RSI പക്ഷേ ഓവർസോൾഡ് അല്ല, പിന്നെ റെസിസ്റ്റൻസിലെ സെല്ലിംഗ് താൽപ്പര്യം, ഇതെല്ലാം കൂടി ഇപ്പോഴത്തെ ചെറിയ ബെയറിഷ് ട്രെൻഡിനെ ശരിവെക്കുന്നു. എന്നാൽ താഴേക്ക് ഇനിയും പോകാൻ ഇടമുണ്ട് താനും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ വെച്ച് നാളത്തേക്ക് ഒക്ടോബർ 15-ലേക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം? ഷോർട്ട് ചെയ്യാനും ലോങ് പോകാനും നോക്കുന്ന ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ റെഡി ആയിരിക്കണം. നമുക്ക് വ്യക്തമായ എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെയുള്ള പ്ലാനുകൾ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഷോർട്ട് സെറ്റപ്പ് നോക്കാം, അതായത് വിൽക്കാനുള്ള അവസരം. എൻട്രി: എപ്പോഴാണ് ഷോർട്ട് ചെയ്യാൻ നോക്കേണ്ടത്? വില 25,100-ന് താഴെ ക്ലോസ് ചെയ്ത് അവിടെ തന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു സസ്റ്റെയിൻഡ് ബ്രേക്ക് ബിലോ 25,100 ഒരു ഷോർട്ട് പൊസിഷൻ നോക്കാം. ഒരു കൺഫർമേഷൻ ക്യാൻഡലിന് ശേഷം എൻട്രി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്, റിസ്ക് കുറയ്ക്കാൻ. ടാർഗറ്റ് 1: ആദ്യത്തെ ലാഭം എവിടെ ബുക്ക് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന സപ്പോർട്ട് സോണിന്റെ മുകൾ ഭാഗം, അതായത് 25,050, അതൊരു ലോജിക്കൽ ഫസ്റ്റ് ടാർഗറ്റാണ്. ടാർഗറ്റ് 2: ഇനി മാർക്കറ്റ് കൂടുതൽ വീക്കായി 25,050 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ അടുത്ത ടാർഗറ്റ് 24,950 വരെ നോക്കാം.
ഇത് അടുത്ത സപ്പോർട്ടിന് തൊട്ടുമുകളിലാണ്. സ്റ്റോപ്പ് ലോസ്, നഷ്ടം എവിടെ ലിമിറ്റ് ചെയ്യണം? നമ്മൾ എൻട്രി എടുത്ത് 25,100 മുകളിലായിട്ട് ആ ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോൺ ഉണ്ടല്ലോ, അതിന് തൊട്ടുമുകളിൽ ഏകദേശം 25,180 മുകളിൽ സ്റ്റോപ്പ് വയ്ക്കുന്നത് സേഫ് ആയിരിക്കും. കൺഫർമേഷൻ: ഈ 25,100 ബ്രേക്ക് ചെയ്യുന്നത് നല്ല വോള്യത്തോടെയുള്ള ഒരു വലിയ റെഡ് ക്യാൻഡിലാണെങ്കിൽ അതൊരു നല്ല കൺഫർമേഷനാണ്. അതോടൊപ്പം RSI 40-ന് താഴേക്ക് പോകുന്നതും ഈ ഷോർട്ട് സെറ്റപ്പിന് കൂടുതൽ ബലം നൽകും. വളരെ ക്ലിയർ. ഒരു ഷോർട്ട് പ്ലാൻ റെഡി, എൻട്രി, 2 ടാർജറ്റ്, സ്റ്റോപ്പ് ലോസ്, പിന്നെ എങ്ങനെ കൺഫേം ചെയ്യാമെന്നും പറഞ്ഞു. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി എപ്പോഴാണ് ലോങ് പോകാൻ, അതായത് വാങ്ങാൻ ഒരവസരം വരുന്നത്? കാരണം മാർക്കറ്റ് എപ്പോഴും താഴോട്ട് തന്നെ പോകണമെന്നില്ലല്ലോ, തിരിച്ചു കയറാനും സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും എപ്പോഴും 2 സൈഡും നോക്കണം. ഇനി നമുക്ക് ലോങ് സെറ്റപ്പ് വാങ്ങാനുള്ള സാധ്യത നോക്കാം. എൻട്രി എപ്പോഴാണ് വാങ്ങാൻ നോക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 25,200, ആ ലെവലിന് മുകളിൽ വില നല്ല ശക്തിയോടെ കയറി 1 മണിക്കൂറെങ്കിലും മിനിമം അവിടെ പിടിച്ചു നിൽക്കണം. ഒരു സസ്റ്റെയിൻ ബ്രേക്കൗട്ട്, നല്ല വോള്യത്തോടെയുള്ള ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് ക്യാൻഡിൽ അതിനു മുകളിൽ ക്ലോസ് ചെയ്താൽ ലോങ് നോക്കാവുന്നതാണ്. ടാർഗറ്റ് 1, ആദ്യത്തെ ടാർഗറ്റ്, ആ പ്രധാന റെസിസ്റ്റൻസ് സോണിന്റെ തുടക്കം 25,280, അത് ഫസ്റ്റ് ടാർഗറ്റ്. ടാർഗറ്റ് 2, ഇനി നല്ല മൊമെന്റം ഉണ്ടെങ്കിൽ 25,280 കടന്നുപോയാൽ ആ റെസിസ്റ്റൻസ് സോണിന്റെ മുകൾ ഭാഗം കടന്ന് 25,350 വരെയും പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ്, നഷ്ടം എവിടെ ലിമിറ്റ് ചെയ്യണം? നമ്മൾ എൻട്രി എടുക്കുന്ന 25,200 ലെവലിന് താഴെയായിട്ട് ആ ബ്രേക്കൗട്ടിന് മുൻപുള്ള സപ്പോർട്ട് ഏകദേശം 25,140 വരും. അതിന് താഴെ സ്റ്റോപ്പ് വയ്ക്കുന്നത് നന്നായിരിക്കും. കൺഫർമേഷൻ: ഈ 25,200 ബ്രേക്കൗട്ട് നല്ല വോള്യത്തോടെയുള്ള ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതൊരു നല്ല സൈനാണ്. അതോടൊപ്പം RSI 50യും കടന്ന് 55-ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് ഈ മുന്നേറ്റത്തിന് നല്ല ശക്തിയുണ്ടെന്നും ബയേഴ്സ് സ്ട്രോങ് ആണെന്നും കാണിക്കും. കൊള്ളാം കൊള്ളാം. അപ്പോൾ ലോങ് പോകണമെങ്കിൽ ആ 25,200-ന് മുകളിലുള്ള ഒരു ക്ലിയർ ബ്രേക്കൗട്ടിന് വെയിറ്റ് ചെയ്യണം. വെറുതെ ചാടിക്കറി വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. 2 പ്ലാനും ഇപ്പോൾ ക്ലിയർ ആണ്. അപ്പോൾ ഈ പറഞ്ഞ വിശകലനം എല്ലാം വെച്ച് നോക്കുമ്പോൾ നാളത്തേക്കുള്ള ഒരു ഓവറോൾ ബയസ്, അതായത് വിപണി കാഴ്ചപ്പാട് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതൽ ചാൻസ് ഏത് സൈഡിലേക്കാണ്? നിലവിലെ ഡാറ്റയും ചാർട്ടും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വില ആ പ്രധാന റെസിസ്റ്റൻസായ 25,200-ന് താഴെ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് ഒരു ബെയറിഷ് ടു ന്യൂട്രൽ അവസ്ഥയിലാണെന്ന് പറയുന്നതാവും കറക്റ്റ്. അതായത് ഒരു ക്ലിയർ ബുള്ളിഷ് സൈൻ ഇപ്പോൾ ഇല്ല. ചെറിയൊരു നെഗറ്റീവ് ചായവുണ്ട്, പക്ഷെ ഒരു വലിയ വീഴ്ച ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ ലോജിക്കൽ എന്ന് തോന്നുന്നത് വില മുകളിലേക്ക് പോയി റെസിസ്റ്റൻസിന്റെ അടുത്തെത്തുമ്പോൾ, ഉദാഹരണത്തിന് 25,150, 200 അല്ലെങ്കിൽ 25,280, 300, അവിടെ വീക്ക്നെസിന്റെ സിഗ്നൽ കാണിച്ചാൽ ഷോർട്ട് ചെയ്യാനുള്ള അവസരം നോക്കുന്നതാണ്. അതേസമയം ലോങ് എടുക്കാൻ താൽപ്പര്യമുള്ളവർ നമ്മൾ നേരത്തെ പറഞ്ഞ 25,200 ബ്രേക്കൗട്ട് ലെവലിന് മുകളിൽ വില നല്ല സ്ട്രോങ് ആയിട്ട് കയറി സ്റ്റെബിലൈസ് ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് സേഫ്. ആ ലെവലിന് താഴെ വെച്ച് ലോങ് പോകുന്നത് കുറച്ച് റിസ്കി ആയിരിക്കും. വളരെ കൃത്യമായൊരു സംഗ്രഹം. അപ്പോൾ 25,200 ആണ് നാളത്തെ ഒരു കീ ലെവൽ. അതിന് താഴെ ബെയറിഷ് ടു ന്യൂട്രൽ, മുകളിൽ പോയാൽ ഒരുപക്ഷെ ബുള്ളിഷ് ആയേക്കാം. അപ്പോൾ 2025 ഒക്ടോബർ 15-ലെ നിഫ്റ്റി സാധ്യതകളെക്കുറിച്ചുള്ള ഈ വിശദമായ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ, അവയുടെ പ്രാധാന്യം, പ്രൈസ് ആക്ഷൻ തരുന്ന ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺ, RSI പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഷോർട്ട് ചെയ്യാനും ലോങ് പോകാനുമുള്ള പ്ലാനുകൾ എല്ലാം നമ്മൾ വിശദമായി നോക്കി. ഓർക്കേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 25,250, 25,300 എന്ന റെസിസ്റ്റൻസും 25,050, 25,000 എന്ന സപ്പോർട്ടും വളരെ ക്രൂഷ്യലാണ്. ഇത് ബ്രേക്ക് ആയാൽ മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് വരാം. RSI 43-ൽ നിൽക്കുന്നതും ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡ് പാറ്റേണും ഇപ്പോഴത്തെ ബെയറിഷ് സാധ്യതയാണ് കാണിക്കുന്നത്. പക്ഷേ കളി മാറ്റാൻ സാധ്യതയുള്ള ലെവൽ 25,200 ആണ്. അതിന് മുകളിലൊരു സസ്റ്റെയിൻഡ് മൂവ് വന്നാൽ ഈ അവസ്ഥ മാറിയേക്കാം. അതുകൊണ്ട് ഈ ലെവലുകളും സൂചനകളുമൊക്കെ ശ്രദ്ധയോടെ നോക്കി നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി അനുസരിച്ച് തീരുമാനങ്ങളെടുക്കുക. ഓർക്കണം, ഇതൊരു സാധ്യത മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പോകണമെന്നില്ല. അതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് എപ്പോഴും വളരെ പ്രധാനമാണ്.
ഈ വിശകലനം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു, എല്ലാ പ്രധാന പോയിന്റുകളും നമ്മൾ പറഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ഒന്ന് പ്രേരിപ്പിക്കട്ടെ. ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ 25,000, 25,200 എന്നൊക്കെ പറയുന്നത് അത് വെറും ചാർട്ടിലെ വരകളോ നമ്പറുകളോ മാത്രമല്ലല്ലോ, അല്ലേ? അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ, മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിന്റെ, ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പ്രതീക്ഷകളും പേടികളും ഒക്കെയുണ്ട്. അത് വളരെ ശരിയായൊരു പോയിന്റാണ്. അതൊരു നല്ല ചിന്തയാണ്. ഈ ടെക്നിക്കൽ ലെവലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വില വരുമ്പോൾ കുറേ ആളുകൾ അവിടെ വാങ്ങാനോ വിൽക്കാനോ റെഡിയാവുന്നത്? ഈ ടെക്നിക്കൽ അനാലിസിസിനപ്പുറം ഈ മാർക്കറ്റ് സൈക്കോളജി, വിപണിയിലെ ആ ഒരു കൂട്ടായ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നത്. ഈ ലെവലുകളുടെയും പാറ്റേണുകളുടെയും ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അത് നല്ല ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഹെൽപ്പ് ചെയ്തേക്കാം. ഉദാഹരണത്തിന്, ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ 25,000, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കൂടുതൽ സെല്ലേഴ്സ് വരുന്നത്? അവിടെ ബൈ ചെയ്യാൻ നിന്നവരുടെ ഓർഡർ ക്യാൻസൽ ആവുന്നതാണോ? അതോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതാണോ? അതോ പുതിയ ഷോർട്ട് സെല്ലേഴ്സ് അവസരം മുതലെടുക്കാൻ വരുന്നതാണോ? ഇവരുടെയൊക്കെ ചിന്ത എന്തായിരിക്കും? ഇത് ആലോചിക്കുന്നത് ഈ നമ്പറുകൾക്കും ചാർട്ടിനും ഒരു ജീവൻ കൊടുക്കുന്നത് പോലെയാണ്. തീർച്ചയായും. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള പരിശോധന ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ നാളത്തെ തയ്യാറെടുപ്പുകൾക്ക് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത തവണ പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.